നവരാത്രിയുടെ 4ാം ദിവസമായ ഇന്ന് ഭഗവതിനെ നമ്മൾ പൂജിക്കുന്നത് കൂഷ്മാണ്ഡ ആയിട്ടാണ്. നാളെ സ്കന്ദമാതയാവും. ദാറ്റ് ഈസ് കൂഷ്മാണ്ഡ ഈസ് മദർ ഓഫ് ദ കോസ്മിക് എഗ്. സോ വി തിങ്ക് ദാറ്റ് ഷീ ഈസ് എക്സ്പെക്റ്റിംഗ്. അപ്പോൾ ഞാൻ ഗർഭവതി ആയിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ മാങ്ങയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഭഗവതിക്ക് നൈവേദ്യിച്ചത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചുണ്ടലാണ്, മെയ്ഡ് വിത്ത് കടല ആൻഡ് മാങ്ങ. അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് യു മസ്റ്റ് ട്രൈ ഇറ്റ് അറ്റ് ഹോം. ഏത് ടൈപ്പ് കടല വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇന്ന് വെള്ളക്കടലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ട് പ്രഷർ കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലവണ്ണം വേവിക്കണം. അതർ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് അധികം പുളിയില്ലാത്ത മാങ്ങ, പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറുനാരങ്ങ, കരിവേപ്പില, പിന്നെ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചെടുക്കണം. ഇതൊരു തമിഴ്നാട് പ്രിപ്പറേഷൻ ആയ കാരണം ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലെണ്ണയിൽ കടുക് താളിച്ച്, ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഇല്ലാത്ത കാരണം കായപ്പൊടി ഇടണം. ഞാൻ ചുവന്ന മുളക് ഉപയോഗിച്ചിട്ടില്ല. കറിവേപ്പില ഇടുക. പിന്നെ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കണം. കടലയിലെ വെള്ളമെല്ലാം പോവുമ്പോൾ അതിലോട്ട് നമ്മൾ മുന്നേ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അതിട്ട് കൊടുക്കണം. നല്ലവണ്ണം ഇളക്കിയിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചവ പോകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങ ഇടാം. മാങ്ങ പുളിയില്ലാത്തതാവണേ, മണത്ത് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പിന്നെ ടേസ്റ്റ് ചെയ്യാറില്ല, അത് നൈവേദ്യമായ കാരണം. ചട്ടിയുടെ ചൂട് ഒന്ന് ആറിക്കഴിയുമ്പോൾ ചെറുനാരങ്ങ, ഞാൻ അരമുടിയേ ഉപയോഗിച്ചുള്ളൂ, അത് പിഴിഞ്ഞു കൊടുത്ത് നല്ലോണം ഇളക്കി മൂടി വയ്ക്കുക. ആൻഡ് ദിസ് ഇസ് ദ തേങ്ങ മാങ്ങ പച്ചമുളക് ചുണ്ടൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.